മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 21-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദപട്ടണത്തിൽ ബന്ധപ്പെട്ട ചെന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ വെള്ളം അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചുമർത്തുക, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തിയുണ്ടാവും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സന്ദർശനങ്ങൾ എല്ലാം ആത്മപ്രേരിതങ്ങൾ ആകണം. എല്ലാ സന്ദർശനങ്ങളിലും സംഭവിക്കുന്നത് നാം ചിലത് നൽകുന്നു, അല്ലെങ്കിൽ ചിലത് സ്വീകരിക്കുന്നു. ഈ രണ്ട് പ്രവൃത്തികളും സമഞ്ജസമായി സമ്മേളിക്കുന്ന സന്ദർഭമാണ് മറിയയുടെയും എലിസബത്തിന്റെയും കൂടിക്കാഴ്ച. ഒന്നാമതായി നാം ഈ ഭാഗത്ത് കാണുന്നത് ശക്തീകരിക്കുന്ന കണ്ടുമുട്ടലുകളാണ്. സന്ദർശനം ഒരു ദൈവിക സ്വഭാവമാണ്. ആ ദൈവിക സ്വഭാവമാണ് മറിയയിൽ വെളിവാകുന്നത്. സഹായം ആവശ്യമായ എലിസബത്തിന്റെ അടുക്കൽ മറിയ തിടുക്കത്തിലാണ് എത്തുന്നത്. രണ്ടാമതായി സന്ദർശനം ആത്മനിർഭർ നൽകുന്നു. എലിസബത്ത് മറിയയുടെ വന്ദനസ്വരം കേൾക്കുമ്പോൾ അവളുടെ ഗർഭത്തിലുള്ള ശിശു അത് കൃപയുടെ ശബ്ദമായി തിരിച്ചറിയുന്നു. ആത്മനിർഭർ പ്രാപിക്കുവാനുള്ളത് കാത്തിരിപ്പിലൂടെ മാത്രമല്ല, കണ്ടുമുട്ടലുകളുടെയും ആണ് എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ സഹായവും സാന്നിധ്യവും ആവശ്യമുള്ളവരുടെ അടുത്ത് ഓടിയെത്തുവാനുള്ള ധർമ്മമാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായി സന്ദർശനം പ്രോത്സാഹനങ്ങളായി മാറണം. നമ്മുടെ സന്ദർശനങ്ങൾ മറ്റുള്ളവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതാണ്. അയൽക്കാരന് ഒരു അനുഗ്രഹമായി തീരുക മാത്രമല്ല, നാം അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് അവർ നമ്മെക്കുറിച്ച് പറയുവാനായി സാധിക്കണം. ഇന്ന് നമ്മിൽ നിന്ന് അന്യമാകുന്നതും ഈ അനുഗ്രഹത്തിന്റെ ഭാഷയാണ്. അനുഗ്രഹത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ കണ്ടുമുട്ടലുകൾ ഏറ്റുമുട്ടലുകളായി മാറും. നമ്മുടെ സന്ദർശനങ്ങൾ അനേകർക്ക് അനുഗ്രഹത്തിന്റെയും അംഗീകാരത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും കണ്ടുമുട്ടലുകളായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, മറിയയെ പോലെ ഞങ്ങളുടെ സന്ദർശനങ്ങൾ എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും അവരുടെ വളർച്ചയ്ക്കും കൈത്താങ്ങായി തീർക്കുമാറാകണമേ.